തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സമോസയാണ്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഒട്ടും തന്നെ മൈദ ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒരെണ്ണം മാത്രം മതിയാവും, കാരണം നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അതും കൂടി ചേർക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കാം. അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കാം. പെരിഞ്ജീരകം ഇതുപോലെ നമ്മൾ ചതച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. നമുക്ക് ക്യാബേജൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ക്യാപ്സിക്കം ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത കാരണം പെട്ടെന്ന് തന്നെ ഇതൊക്കെ വെന്ത് കിട്ടും. ആദ്യം ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുത്ത് വെച്ചതാണ്, ഉണങ്ങിയ ഗ്രീൻ പീസാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ചേർക്കാം. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസ് ആയിട്ട് നേരത്തെ വേവിച്ച് വെച്ചതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കണം. ഇപ്പോൾ ഗരം മസാല ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ചിക്കൻ മസാല ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടും. നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല പാകത്തിനാണ് വെന്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പാകത്തിന് വെന്താൽ മതി, ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല പാകത്തിന് തന്നെയാണ് വെന്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നമുക്ക് സ്റ്റവ് ഓഫാക്കാം, ഇതിനി മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുക്കണം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സമോസയ്ക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല, നമുക്ക് എത്ര സമോസ വേണോ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ വെള്ളം ചേർക്കാതെ വെറുതെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർത്ത് ഇത് കുഴക്കരുത്. വളരെ കുറച്ച് വെള്ളം കുറേശ്ശെ തെളിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. നല്ല കട്ടിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ ലൂസായി പോകരുത്. മാവ് നല്ല കട്ടിയായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ സമോസ നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ. അതുപോലെ നമുക്ക് ഷീറ്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ കീറിപ്പോകാതെ കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും, കണ്ടില്ല, നല്ല കട്ടിയിലാണ് കുഴച്ചിരിക്കുന്നത്. നല്ല ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ തന്നെ മാവ് എടുക്കുക. ഇനി ഇത് പരത്തിയെടുക്കാം. പറ്റാവുന്നത്രയും നല്ല കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ സൈഡ്സൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഷീറ്റ്സും നമ്മൾ പരത്തിയെടുക്കുക. ഇത് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ദോശക്കല്ലിൽ വെച്ച് 2 സൈഡും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ സാധാരണ മൈദ കൊണ്ടുള്ള സമോസയും ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതും ഒന്ന് ചൂടാക്കി എടുക്കണം.
ഇതൊന്ന് ഒരുപാടങ്ങ് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ചപ്പാത്തി എടുക്കുക, അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. ഇപ്പോൾ നല്ല വലിയ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് 3 ഷീറ്റ്സ് വരെ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പരത്തുന്ന ചപ്പാത്തി ചെറുതാണെങ്കിൽ 2 ഷീറ്റ്സ് ആക്കി എടുത്താൽ മതി. വലുതായാൽ ഇതുപോലെ 3 എണ്ണം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിന് സൈഡ്സ് ഒന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ തന്നെ നമുക്ക് സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് കട്ട് ചെയ്ത് ഷീറ്റ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമോസ ഷീറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പശ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഒട്ടും തന്നെ മൈദ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിന് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊരു കോൺ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പ് ചെയ്ത ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡ്സിലായിട്ട് മുഴുവനായിട്ടും ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള പശ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്താൽ നല്ലതുപോലെ ഒട്ടി പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പശ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മളിത് പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടായിരിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 സ്പൂൺ ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡ്സിലും നന്നായിട്ട് തന്നെ പശ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ശരിക്കും ഇത് ഒട്ടിപ്പിടിക്കും. ഈ ഷീറ്റ്സൊക്കെ കണ്ടില്ല, ഒട്ടും തന്നെ കീറിപ്പോവില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ ഒട്ടും തന്നെ കീറിപ്പോവാതെ ഇതുപോലെ നമുക്ക് ഷീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പശ നല്ലതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം, എന്നാലേ ഇത് വിട്ട് വരാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഷീറ്റ് വെച്ച് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതും അതേ രീതിയിൽ തന്നെയാണ്. നമ്മൾ ആദ്യം ഒരു കോൺ ഷേപ്പിലേക്ക് ഇത് മാറ്റാം. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നമ്മൾ പശ വെച്ച് ഒട്ടിക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തും നല്ലതുപോലെ പശ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. എല്ലാ സൈഡ്സും കവറായി കിട്ടണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കണം. ഇനി നമുക്ക് ഈ ഓരോ സമോസയും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊക്കെ ശരിക്കും കവർ ചെയ്ത് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഒട്ടും തന്നെ വിട്ട് വരില്ല, അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സമോസയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള സമോസ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ സോഫ്റ്റ് അല്ല. കണ്ടല്ലോ നല്ല ക്രിസ്പിയാണിത്, ഒട്ടും തന്നെ സോഫ്റ്റ് അല്ല. കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റിയാണ് ശരിക്കും. നമ്മൾ മൈദയിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സമോസ. നിങ്ങൾ ഉറപ്പായിട്ടും കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.